ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടൊരു ലെഹങ്കയ്ക്കൊക്കെ പറ്റിയൊരു ബ്ലൗസാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് കറക്റ്റ് ഓണം സ്പെഷ്യലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ലെഹങ്കയ്ക്ക് പറ്റിയൊരു ബ്ലൗസ്. ഓക്കെ, അപ്പോൾ അതിൽ മെഷർമെൻറ്റിലേക്ക് കിടക്കാമല്ലോ. സോ നമ്മൾ വീതി മാർക്ക് ചെയ്യുന്നത് 14 ഇഞ്ചാണ്. സോ നമ്മൾ 1/2 മീറ്റർ തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 മീറ്റർ തുണിയിൽ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ നീളം 16 ഇഞ്ച് മാർക്ക് ചെയ്തു. സോ ഫ്രണ്ട് പാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടില്ലേ, ലൈനിങ് തുണി പ്ലസ് ആ ക്ലോത്താണ് ഞാൻ വെച്ച് മടക്കിയിട്ടുള്ളത്. ഇതേ മെഷർമെൻറ്റിൽ നമ്മൾ ബാക്ക് പാർട്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈനിങ് ക്ലോത്തും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നെക്ക് പാർട്ട് 2.5 ഇഞ്ചസ് താഴോട്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സൈഡിലൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ട, കൈക്കുഴിയുടെ ഭാഗമാണ്. അപ്പോൾ ആം ഹോൾ നമ്മൾ 5 ഇഞ്ചാണ് ഇവിടെ മുകളിൽ മാർക്ക് ചെയ്ത്. 2 സൈഡും 5ആണ് മാർക്ക് ചെയ്യുന്നത്. താഴോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാരണം ഇത് കുറച്ച് ലെഹങ്ക അല്ലെങ്കിൽ ബ്ലൗസൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികളുടെ കൈക്കുഴിയുടെ അവിടെ കുത്തും. സോ നമ്മുടെ ആം ഹോൾ കറക്റ്റ് കുറച്ച് ലൂസായിരുന്നാൽ നന്നായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു റീജിയൻ 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 7 ഇഞ്ചസിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു റീജിയനിൽ ഇത് കുഴിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വേണം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ. സോ ഇനി അവിടെ മാർക്ക് ചെയ്ത് നമ്മളൊരു കട്ട് മാർക്ക് ഇട്ട് വെച്ചു. അവിടെയാണ് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങേണ്ട പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കറക്റ്റ് താഴോട്ട്. ഇനി നമുക്ക് ടെക്ക് മാർക്ക് ഇടാൻ 7 ഇഞ്ച് മുകളിൽ നിന്നും താഴെ ഇത് 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക സൈഡിൽ. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തു. സോ നമുക്ക് ടെക്ക് മാർക്ക് ഇട്ടിട്ട് 3 ഇഞ്ചസൊക്കെ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒരു റീജിയൻ കിട്ടും ടെക്ക് മാർക്ക് ഇടാനുള്ളത്. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുരിദാറോ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ടെക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയിലുണ്ടാവും, ബ്ലൗസ് കുറച്ച് ഷേപ്പിലും ഉണ്ടാവും, കറക്റ്റായിട്ടുണ്ടാവും. ഇനി നമ്മളൊരു പേപ്പർ എടുത്തിട്ട് നെക്കിൻ്റെ റീജിയൻ മാർക്ക് ചെയ്യാൻ പോവുകയാണെ. 4 ഇഞ്ചസ് മാർക്ക് ചെയ്തു താഴെ, സൈഡിലോട്ട് 3 ഇഞ്ചസ് മാർക്ക് ചെയ്തു. അതുപോലെ 1.5 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്ത് വെക്കുക. താഴോട്ടുള്ളതിൽ ഒരു 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ജോയിൻ ചെയ്തു. 1.5 ഇഞ്ചസ് 3 ഇഞ്ചസിലേക്ക് ജോയിൻ ചെയ്തൊരു ബോട്ട് നെക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സോ ബോട്ട് നെക്കിൻ്റെ താഴെ ഒരു നോട്ട് പോലെ ഇതുപോലൊരു നമ്മളൊരു നോട്ട് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഞാനിനി വെട്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, ഇത് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെത് ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ നമ്മൾ ലട്കാൻ ഒരു ത്രെഡ് വെച്ചിട്ട് ലട്കാൻ ചെയ്യുന്നുണ്ട്. സോ നല്ല ഭംഗിയുണ്ടാവും ബ്ലൗസിന് അതിന്. സോ ബാക്ക് നെക്ക് ഇത് ഇതുപോലെ നമ്മൾ അതേ മെഷർമെൻറ്റ് ബ്ലൗസിലേക്ക് കറക്റ്റ് മെഷർമെൻറ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് സെക്ഷൻ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതേ ബാക്കിയുള്ളൂ. കണ്ടല്ലോ, ഈ പേപ്പറിൻ്റെ പീസ് പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിലെടുക്കുന്ന ഒരു പീസ് ഓഫ് തുണി എടുക്കുക. ഒരു തുണിയുടെ പീസ് ലെങ്ത്ത് 11 ഇഞ്ചസും ഏകദേശം ഒരു 1.5 ഇഞ്ചസ് വീതിയിലുള്ള തുണി എടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ നന്നായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഞാനൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. അങ്ങനെ മറിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു ത്രെഡായിട്ട് കിട്ടും. സോ ഇതാണ് നമ്മൾ ലട്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ത്രെഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ 2 ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ടില്ലേ, ഈ 2 സൈഡിലും നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് 2 സൈഡിലും ഈ ത്രെഡ് ഇതുപോലെ വെക്കാം. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സൈഡ് ഇതുപോലെ കണ്ടോ, ഈ റീജിയൻ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ. ഇനി ബാക്ക് സൈഡും അതുപോലെ നമ്മൾ നെക്ക് റീജിയൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതേ കണ്ടോ, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കംപ്ലീറ്റ് സ്റ്റിച്ചിങ്, നെക്കും ഫ്രണ്ടും ബാക്ക് പാർട്ടും നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വരും. ഇനി ഈ ബാക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് കണ്ടോ ഇങ്ങനെ മാറ്റിയിട്ട് ഇതുപോലെ മറച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. സോ ഇത് നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി നമ്മളിത് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഷോൾഡേഴ്സാണ് ജോയിൻ ചെയ്യേണ്ടത്. നോക്കൂ, നമ്മളപ്പോൾ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? സ്ലീവ്ലെസ് ബ്ലൗസ് ആണല്ലോ. സോ ഇതുപോലെ പൈപ്പിംഗ് പീസ് എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും ലെഫ്റ്റ് റൈറ്റ് ആമിൽ രണ്ട് സൈഡും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നോക്കും, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റീജിയനിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് സ്ലിറ്റ് ഇടണം, ബ്ലൗസിൻ്റെ സൈഡിൽ സ്ലിറ്റ് ഇടണം. അത് നോക്കൂ, ഈ താഴേന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലിറ്റ് വരെ നമുക്ക് ബോഡി ഷേപ്പിൽ സൈഡ് അടിച്ചാൽ മതി. ബാക്കി ഇതുപോലെ കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ മാർക്ക് ചെയ്തൊരു 3 ഇഞ്ച് കണക്കിന് സ്ലിറ്റ് ഇട്ടിട്ട് സോ ഞാനത് കാണിച്ചു തരാം. അത് കണ്ടോ, ഇതുപോലെ നമ്മൾ സ്ലിറ്റ് ഇതുപോലെ സൈഡിൽ പീസ് ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ മടക്കണം. ഇതുപോലെ ഒരു ഫോൾഡ് മടക്കിയതിന് ശേഷം നമ്മൾ സ്ലിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, രണ്ട് സൈഡും കറക്റ്റ് ആയിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ താഴത്തെ എൻഡ് കണ്ടില്ലേ, ഇതും ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റും താഴത്തെ സൈഡൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നീറ്റായിട്ട് കറക്റ്റ് ഷേപ്പിൽ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ലട്കാൻ അറ്റാച്ച് ചെയ്യാനാണ്. സോ അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് തുണി എടുത്തിട്ട് ഒരു ലെയർ നൂല്, 2 നൂലാണല്ലോ ഉണ്ടാവുക ക്രോസ് ആയിട്ട്, ഒരു ലെയറുള്ള നൂല് എടുത്ത് ഒഴിവാക്കിയ പീസാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഇത് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ത്രെഡിൻ്റെ ഈ എൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് മടക്കുക. ഇതുപോലെ തന്നെ മടക്കി കാണിക്കുക. കണ്ടല്ലോ, ഇതുപോലെ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചത് ഇതുപോലെ കറക്റ്റായിട്ട് നൂല് കറക്റ്റായിട്ട് വെച്ചു. ബാക്ക് സൈഡിലോട്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലൊരു ട്രയാങ്കുലർ പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി വയ്ക്കാം. കണ്ടോ? സോ ഇത് വേറൊരു ടൈപ്പിൽ എടുക്കാനായിട്ട് വരും, നന്നായിട്ടുണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഇങ്ങനെ താഴോട്ട് മറച്ച് വയ്ക്കുക. അപ്പോഴാണ് നമ്മുടെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരിക. കണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും കറക്റ്റായിട്ട് ചെയ്തു. ഞാൻ പിന്നെ ഒഴിവാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതാണിത്. പിന്നെ ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ലട്കാനാണിത്. കണ്ടോ, കറക്റ്റ് നല്ല ഭംഗിയായിട്ട് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഹങ്ക ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അതിന് വൈറ്റ് ബീഡ്സ് നമ്മൾ B700 വെച്ചിട്ടൊന്ന് ചെയ്യാനേ ഉള്ളൂ. ഈ ഗ്ലൂ യൂസ് ചെയ്താൽ കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ടിരിക്കും. സോ 3 ലെയറായിട്ട് ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാം. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ.